നമസ്കാരം. ട്രിപ്പിൾ പി വാർത്താ ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആശാപ്രവർത്തകർക്ക് ഈ ഓണത്തിന് 4500 ലഭിക്കുമോ? സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ രീതിയിൽ പ്രചരിക്കുന്ന ഒരു വാർത്തയാണിത്. സർക്കാർ ജീവനക്കാർക്ക് 2026 ഓണത്തോടനുബന്ധിച്ച് 4500 ബോണസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ആശാപ്രവർത്തകർക്കും 4500 ബോണസ് ലഭിക്കുമെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം. ആശാപ്രവർത്തകർക്ക് 4500 ബോണസ് അല്ല ലഭിക്കുന്നത്. 2026 ഓണം സംബന്ധിച്ച് സർക്കാർ ഉത്തരവിനെ അടിസ്ഥാനമാക്കിയുള്ള വിവരമനുസരിച്ച് ആശാപ്രവർത്തകർക്ക് 1450 പ്രത്യേക ഉത്സവ ഭത്തയാണ് അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ 4500 ആർക്കാണ്? ആശാപ്രവർത്തകർക്ക് ലഭിക്കുന്ന 1450 എന്താണ്? ഇത് ബോണസാണോ? കൂടാതെ ആശമാരുടെ മാസ ഓണറേറിയം 12,000 ഉയർത്തിയെന്ന റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? ഇതെല്ലാം വിശദമായി നോക്കാം. ആദ്യം 4500 എന്ന തുക തന്നെ വ്യക്തമാക്കാം. 2026 ഓണം പ്രമാണിച്ച് അർഹരായ സർക്കാർ ജീവനക്കാർക്ക് 4500 ബോണസ് അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ സർക്കാർ ജീവനക്കാരായ എല്ലാവർക്കും ഒരേ രീതിയിൽ 4500 ലഭിക്കുമെന്ന് പറയാൻ കഴിയില്ല. ബോണസിന് അർഹതയുള്ള വിഭാഗങ്ങൾക്കും ബോണസിന് അർഹതയില്ലാത്ത ചില വിഭാഗങ്ങൾക്കും വ്യത്യസ്ത രീതിയിലുള്ള ആനുകൂല്യങ്ങളാണ് അനുവദിച്ചിരിക്കുന്നത്. ബോണസിന് അർഹതയില്ലാത്ത ചില വിഭാഗങ്ങൾക്ക് പ്രത്യേക ഉത്സവ ഭത്തയാണ് നൽകുന്നത്. അതിനാൽ 4500 എന്ന തുക കണ്ട ഉടൻ തന്നെ അത് ആശാപ്രവർത്തകർക്കും ലഭിക്കുമെന്ന് കരുതരുത്. ആശാപ്രവർത്തകർക്ക് 2026 ഓണം പ്രമാണിച്ച് ലഭിക്കുന്ന തുകയാണ് 1450 പ്രത്യേക ഉത്സവ ഭത്ത. അതാണ് ഇപ്പോഴത്തെ ഉത്തരവിനെ അടിസ്ഥാനമാക്കിയുള്ള പ്രധാന വിവരം. അതായത് വളരെ ലളിതമായി പറഞ്ഞാൽ ആശാപ്രവർത്തകർക്ക് 4500 ബോണസ് അല്ല, ആശാപ്രവർത്തകർക്ക് 1450 പ്രത്യേക ഉത്സവ ഭത്തയാണ്. ഇതാണ് ഈ വാർത്തയിൽ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യം. ഇവിടെ രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ വിഭാഗം ബോണസിന് അർഹതയുള്ള ജീവനക്കാർ. അവർക്ക് സർക്കാർ നിശ്ചയിച്ച പ്രകാരം 4500 ബോണസ് ലഭിക്കും. രണ്ടാമത്തെ വിഭാഗം ബോണസിന് അർഹതയില്ലാത്ത ചില വിഭാഗങ്ങൾ. അവർക്ക് ബോണസിന് പകരം പ്രത്യേക ഉത്സവ ഭത്തയാണ് അനുവദിക്കുന്നത്. ആശാപ്രവർത്തകർക്ക് അനുവദിച്ചിരിക്കുന്നത് ഈ വിഭാഗത്തിലെ 1450 പ്രത്യേക ഉത്സവ ഭത്തയാണ്. അതിനാൽ ആശാപ്രവർത്തകർക്ക് 4500 ബോണസും 1450 ഉത്സവ ഭത്തയും രണ്ടും കൂടി ലഭിക്കുമെന്ന് കരുതേണ്ടതില്ല. ഇവിടെ ഓരോ വിഭാഗത്തിനും സർക്കാർ നിശ്ചയിച്ച ആനുകൂല്യമാണ് ബാധകം. 1450 ബോണസ് ആണോ? അല്ല. ഇതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 1450 എന്ന ബോണസ് എന്ന പേരിലുള്ള തുകയല്ല, ഇത് പ്രത്യേക ഉത്സവ ഭത്തയാണ്. ആശാപ്രവർത്തകരെ സംബന്ധിച്ച് ഇതോടൊപ്പം മറ്റൊരു പ്രധാന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. ആശാപ്രവർത്തകരുടെ മാസ ഓണറേറിയം 12,000 ഉയർത്തിയതാണ് പുതിയ റിപ്പോർട്ടുകൾ. മുൻപുണ്ടായിരുന്ന ഇൻസെൻറ്റീവ് ലഭിക്കുന്നതിനുള്ള ചില മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയതായും ചില റിപ്പോർട്ടുകളുണ്ട്. അതായത് ആശാപ്രവർത്തകർക്ക് ലഭിക്കുന്ന മാസ ഓണറേറിയവുമായി ബന്ധപ്പെട്ട് സർക്കാർ പുതിയ തീരുമാനമെടുത്തതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. 12,000 രൂപയും 1450 രൂപയും ഒരേ തുകയല്ല. 12,000 എന്നത് മാസ ഓണറേറിയവുമായി ബന്ധപ്പെട്ട തുകയാണ്. 1450 എന്നത് 2026 ഓണം പ്രമാണിച്ച് അനുവദിച്ച പ്രത്യേക ഉത്സവ ഭത്തയാണ്. അതിനാൽ ഈ രണ്ട് തുകയും തമ്മിൽ കൂട്ടിക്കുഴക്കരുത്. ഒറ്റനോട്ടത്തിൽ പറഞ്ഞാൽ ആശാപ്രവർത്തകരുടെ കാര്യത്തിൽ ഇപ്പോഴത്തെ പ്രധാന വിവരങ്ങൾ ഇങ്ങനെയാണ്. മാസ ഓണറേറിയം 12,000, 2026 ഓണം പ്രത്യേക ഉത്സവ ഭത്ത 1450, 4500 ബോണസ് ആശാപ്രവർത്തകർക്ക് എന്ന് പറയുന്നത് ശരിയല്ല. 4500 എന്നത് അർഹതയുള്ള സർക്കാർ ജീവനക്കാർ അനുവദിച്ച ബോണസ് തുകയാണ്. ആശാപ്രവർത്തകരുടെ കാര്യത്തിൽ പറയേണ്ടത് 1450 പ്രത്യേക ഉത്സവ ഭത്ത എന്നതാണ്. പണം എപ്പോൾ ലഭിക്കും? ഇനി പലരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഈ 1450 എപ്പോൾ ലഭിക്കും? ഓണം ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള സർക്കാർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഓരോ വിഭാഗത്തിൻ്റെയും വിതരണം, പേയ്മെൻറ്റ്, പ്രോസസ്സിംഗ് തുടങ്ങിയ കാര്യങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും നടപടിക്രമം അനുസരിച്ചായിരിക്കും. അതുകൊണ്ട് അക്കൗണ്ടിൽ തുക എത്തിയിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ തുക ലഭിക്കില്ല എന്ന് കരുതേണ്ടതില്ല. ബന്ധപ്പെട്ട അധികൃതരിൽ നിന്നും ഔദ്യോഗിക അറിയിപ്പുകൾ ലഭിക്കുന്നതനുസരിച്ച് പേയ്മെൻറ്റ് പരിശോധിക്കാം. സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ പോസ്റ്റുകളും ഒരുപോലെ വിശ്വസിക്കരുത്. സർക്കാർ ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ പഴയ ഉത്തരവുകളും പുതിയ ഉത്തരവുകളും തമ്മിൽ വ്യത്യാസമുണ്ടാകാം. അതുകൊണ്ട് 2026 സർക്കാർ ഉത്തരവാണ് അടിസ്ഥാനമാക്കേണ്ടത്. ആശാ വർക്കർമാർക്ക് 4500 ബോണസും എന്ന ഹെഡ്ലൈൻ കണ്ടാൽ മാത്രം അത് ശരിയാണെന്ന് കരുതരുത്. ഇപ്പോഴത്തെ വിവരമനുസരിച്ച് ആശാപ്രവർത്തകർക്ക് പറയേണ്ട പ്രധാന ആനുകൂല്യം 1450 പ്രത്യേക ഉത്സവ ഭത്തയാണ്. അപ്പോൾ ഇന്നത്തെ വാർത്ത ചുരുക്കി പറയാം. ആശാപ്രവർത്തകർക്ക് 4500 ബോണസ് അല്ല, 2026 ഓണം സംബന്ധിച്ച് സർക്കാർ ഉത്തരവിനെ അടിസ്ഥാനമാക്കി ആശാപ്രവർത്തകർക്ക് 1450 പ്രത്യേക ഉത്സവ ഭത്തയാണ് അനുവദിച്ചിരിക്കുന്നത്. അതേസമയം ആശമാരുടെ മാസ ഓണറേറിയം 12,000 ഉയർത്തിയതായും പുതിയ റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് 1450 ഓണം പ്രത്യേക ഉത്സവ ഭത്ത, 12,000 മാസം ഓണറേറിയം, ഇവ രണ്ടും വ്യത്യസ്ത കാര്യങ്ങളാണ്. ഈ വിവരം ഒരു ആശാപ്രവർത്തകർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ആശാപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്ക് ലഭിക്കുന്ന സർക്കാർ ആനുകൂല്യങ്ങൾ, പെൻഷൻ അപ്ഡേറ്റുകൾ, സർക്കാർ ഉത്തരവുകൾ